നമസ്കാരം. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് വളരെ നന്ദി. ഇനിയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ കൂടുതൽ നന്ദി. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വിഷയമാണെങ്കിലും മറ്റുള്ളവർക്ക് നല്ല ഉപകാരം ഗുണമുണ്ടാവും. നമ്മൾ പറയുന്നതൊക്കെ ശരിക്കും എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു മരുന്നുകൾ മാത്രമാണ് ഞാൻ തരുന്നത്. സാധാരണ ഈ എന്താ പറയുന്നത് ഗ്രന്ഥത്തിലുള്ളതല്ല. ഞങ്ങൾ പഠിച്ച് വെച്ച് ഞങ്ങൾ എന്താണ് മരുന്ന് ചികിത്സയ്ക്ക് എടുക്കുന്നത്, അത് ആ മരുന്നിനെ ഒറ്റമൂലി മരുന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. കൂട്ടുമരുന്ന് നിങ്ങൾക്ക് ചേർക്കാറില്ല. കൂട്ടുമരുന്നൊക്കെ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഒരുപാട് മരുന്നുകൾ, അത് ഒരുപാട് പക്വങ്ങളുണ്ട്. പാകം ചെയ്യുന്നതൊക്കെ ഒരുപാട് പാടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കൂട്ടുമരുന്ന് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എത്ര മാറാത്ത അസുഖങ്ങളും മാറും ആ രീതിയിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പം സാധാരണ ഈ വെട്ടുകായൊക്കെ വന്നിട്ട് ഈ എന്തെങ്കിലുമൊക്കെ പുണ്ണ് വന്ന പിന്നെ വർഷങ്ങളോളം പൊറുക്കാത്ത പുണ്ണുകളൊക്കെ ഉണ്ട്, ഓരോരുത്തർ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു 3 മാസത്തിനകത്ത് പൊറിപ്പിച്ചെടുക്കാനുള്ള മരുന്നൊക്കെ നമ്മളെ ഇതിലുണ്ട്. നമ്മളെ ആയുർവേദത്തിൽ ഒരു വ്രണം വന്നാൽ 3 മാസത്തിനകത്ത് പൊറിപ്പിക്കാനുള്ള പിന്നെ 3 മാസം, ഏറ്റവും കൂടി പോയാൽ 3 മാസം, അതിനാലിടയ്ക്ക് തന്നെ പൊറിപ്പിക്കും. അതാണ് നമ്മളുടെ ഈ നാട്ടുമരുന്നിൻ്റെ രീതി. പണ്ടത്തെ രീതി അങ്ങനെയായിരുന്നു. ഇപ്പോഴും വർഷങ്ങളോളം പൊറുക്കാതെ പിന്നെ വ്രണം കൊണ്ട് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉള്ള അസുഖങ്ങളൊക്കെ നമ്മൾ മരുന്ന് ചെയ്താൽ നല്ല രീതിയിൽ ഗുണപ്പെടും. അതിനൊക്കെ മരുന്നുകൾ ഞാൻ ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഒറ്റമൂലി മരുന്നാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് വളരെ പിന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, അതനുസരിച്ച് നമ്മൾ എടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാതെ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ പറയുന്നത് പിന്നെ മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങളൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു പിന്നെ മരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഗുണമുണ്ടാവുള്ളൂ. അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു ഉദ്ദേശം കണക്ക് മരുന്ന് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നല്ലത് എത്ര ഗുണം ചെയ്യുമോ അതനുസരിച്ച് ദോഷവും ചെയ്യും ഈ മരുന്ന് ഐറ്റങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകത്തിൽ ഉപ്പ് ചേർക്കും കണക്കാണ് മരുന്നൊക്കെ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. പാചകത്തിൽ ഉപ്പ് ചേർത്താൽ എന്താണ്, ഉപ്പ് എങ്ങനെയാണ് ചേർക്കുക? ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ വലിയ പാടായിരിക്കും ആർക്കും. പിന്നെ ഉപ്പ് ചേർക്കുന്നത് ഒരു അളവുണ്ട്. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ഒരു കണക്കുണ്ട്, ഒരു പരുവമുണ്ട്. അതേ കണക്കാണ് മരുന്ന്. നമുക്ക് അതാണ് ഈ പറയുന്ന കണക്ക്. ഈ അലോപ്പതി മരുന്നുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഗ്രന്ഥിയിലൊക്കെ അടിച്ചു പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പിന്നെ അവയവങ്ങളൊക്കെ പിന്നെ പാൾട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മരുന്നുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മരുന്നുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും ഒരു പരുവം കിട്ടത്തില്ല, ഇവർക്ക് ആർക്കും കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് അത്രയ്ക്ക് ജ്ഞാനികളും പണ്ടുള്ള ആൾക്കാർ, നല്ല പിന്നെ ഋഷിമാർ, മുനിമാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് നല്ല ജ്ഞാനമുള്ളവരാണ്. അവർക്ക് ഈ കണക്കുകൾ കറക്റ്റ് അറിയാൻ പറ്റും. അവർ ചെയ്ത കണക്കായിരിക്കും. അല്ലെങ്കിൽ അത്രത്തോളം പ്രാക്ടിക്കൽ ഉള്ളവരായിരിക്കണം നമ്മുടെ ഈ മരുന്നുണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു മരുന്ന് ഇത്ര അളവിൽ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? മരുന്നൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്. മരുന്ന് നമ്മൾ എടുക്കുന്ന മരുന്നിന് കഴിക്കുന്നതിന് അളവുണ്ട്, അത് നമ്മൾ പാകം ചെയ്യുന്നതിന് അളവുണ്ട്. അത് കൃത്യ അളവുകൾ നല്ല രീതിയിൽ പാകം ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതാണ് പണ്ടുള്ള ആൾക്കാർ. ഈ പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ അവർക്ക് അത്രയ്ക്കും കഴിവുള്ളവരാണ് അവർ ചെയ്യുന്നത്. അല്ലാത്തവർ ഈ പറഞ്ഞാൽ അവരെ ഈ വൈദ്യന്മാരെ തന്നെ പിന്നെ ഇതാവും, ചെന്ന് സമീപിക്കും. അവർക്ക് ഇതിന് നമ്മൾക്ക് ഈ പറഞ്ഞതിനങ്ങനെ എത്ര പിന്നെ വ്രണങ്ങളായിരുന്നാലും കൂടിപ്പോയാൽ 3 മാസം, 3 മാസത്തിനകത്ത് വ്രണങ്ങളൊക്കെ പൊറിപ്പിച്ചെടുക്കാൻ പറ്റും.
അത് ഒരു കുഴപ്പമില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഉള്ളവർക്ക് ഒരു വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം പൊറുപ്പിക്കാൻ പറ്റാതെ നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ചിലരുടെ ശരീരത്തിൽ പൊറുക്കുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ നാട്ടുമരുന്ന് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഗുണകരമായിരിക്കും. എനിക്ക് മനസ്സിലായില്ലേ? പക്ഷെ അത് ഈ പറഞ്ഞ കണക്കിന് നമ്മൾ എങ്ങനെയാണ് പാകം ചെയ്തത് ഉപയോഗിക്കാൻ പറയണം, അത് കണക്ക് ഉപയോഗിക്കണം. എങ്കിലേ നിങ്ങൾക്കത് ഗുണമുള്ളൂ, അല്ലെങ്കിൽ ദോഷം ചെയ്യും. അളവാണ് പ്രധാനം. നിങ്ങളെ വ്രണം എത്രയായിരിക്കണം അതനുസരിച്ചുള്ള അളവ് മരുന്നെടുക്കണം. നമ്മൾ പച്ചവെള്ളം മരുന്നെടുക്കണം. അരച്ച് ആ വ്രണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കോയിനിൻ്റെ കട്ടിക്ക് ഇങ്ങനെ പുറത്ത് അപ്പി വെച്ചാൽ മതി, ഇങ്ങനെ ഒന്ന് പൂശി വെച്ചാൽ മതി. ഒരു കോയിനിൻ്റെ കണം മതി, ഒരുപാട് കണത്തിൽ വെക്കേണ്ട കാര്യമില്ല. ഒരു കോയിനിൻ്റെ കണം, അത് ആ വ്രണത്തിൻ്റെ വീതി എത്രയാണോ അതനുസരിച്ച് നമുക്ക് ഈ മരുന്ന് വയ്ക്കണം. അത് അരയ്ക്കണമെന്ന് പറഞ്ഞാൽ മഷി കണക്ക് അരയ്ക്കണം. കാര്യം ഈ ഒരുമാതിരി ഇതായിട്ട് അരയ്ക്കാൻ പാടില്ല. ചില മരുന്നുകളൊക്കെ നമ്മൾ വായിലായിട്ട് ചവച്ച് അതിൻ്റെ ഉമിനീര് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ വ്രണത്തിൽ വെച്ചാൽ പെട്ടെന്ന് പൊറുക്കുകയും ചെയ്യും. ആ മരുന്നിൻ്റെ ഈ ഉമിനീരും കൂടെ ഒരു ഇതുള്ളതുകൊണ്ട് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ഈ വ്രണങ്ങൾ പൊറിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഉള്ള കാലഘട്ടത്തിൽ വലിയ പാടാണ്. വ്രണങ്ങൾ ആരും ഈ പറഞ്ഞ കണക്കിന് നമ്മൾ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ടെസ്റ്റ് ചെയ്താണ് ഇവർ ഇങ്ങനെ ഇത്രയും പ്രശ്നമുള്ളത്. അവർക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. അവർക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ കാണുന്നത്. ആദ്യം കിരിയാത്തി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. കിരിയാത്തി മനസ്സിലായല്ലോ. കിരിയാത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ പേര്. അത് ചെടിയുടെ ചെടി കണക്ക് ഉണ്ടാവും. അതിന് കിരിയാത്തിന് പറയും, പിന്നെ ചിരിയാർണങ്ക എന്ന് പറയും, പേരുകൾ മാറ്റി പറയും. ചിരിയാർണങ്ക എന്ന് പറയും, പിന്നെ കിരിയാത്തിന് പറയും. കിരിയാത്താണ് നമ്മളിവിടെ ഉള്ള ഭാഷയിൽ നമ്മൾ പറയുന്നത്. കിരിയാത്തെന്ന് പറയും. കിരിയാത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയത്തക്കതാണ്. നിങ്ങൾ വെളിയിലാണെങ്കിൽ അവിടെ പിന്നെ ഞാൻ പച്ചലയിൽ എടുത്ത് കാണിച്ചു തരാൻ എന്നെക്കൊണ്ട് കഴിയാത്തതെന്ന് വെച്ചാൽ അത് ഇവിടെ ഞാൻ ഈ വൈദ്യശാലയിലാണ് നിൽക്കുന്നത്. ഈ വൈദ്യശാലയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പച്ചലയിലൊന്നും ഇവിടെ അടുത്തുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ കണക്കിന് വൈകുന്നേരമൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോഴാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ ഒത്തിരി തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ പച്ചലയെ അന്വേഷിച്ച് പോകാൻ നമുക്ക് സമയം കിട്ടില്ല, കാണൂല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പച്ചലയിലില്ല. ഇതാണ് സംഭവിക്കുന്നത്. അതാണ് പച്ചല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പച്ചലയെ കാണിച്ചു തന്നിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറയാൻ പറ്റുമായിരുന്നു. അത് ഈ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സമയമുള്ള സമയമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇത് കണക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ വയറ്റുപടപ്പിന് വേണ്ടി ജോലി ചെയ്യേണ്ടതല്ലേ, അത് നമ്മൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ജോലിയിലും കർത്തവ്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കിരിയാത്ത് എന്ന് ചോദിച്ചാൽ പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അതെടുത്തുകൊണ്ട് വരണം. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ വ്രണം കഴുകാൻ മാത്രമാണ്. നമ്മൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എപ്പോഴും അത് വീട്ടിൽ കുറച്ച് ഈ കിരിയാത്തി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വെയിലുള്ള സമയത്ത് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇച്ചിരി അരിഞ്ഞിട്ട് നല്ല ഇലയിലൊക്കെ നല്ല പുളുവില്ലാത്തത് നോക്കി അതിൽ കേടില്ലാതെ ഇല നോക്കി എടുത്ത് പിന്നെ ഒന്ന് ഉണക്കി വെച്ചിരുന്നാൽ മതി. അത് ഇത്തിരി കയ്പുള്ള സംഭവമാണ്. നല്ലോണം ഉണക്കി വെച്ചിരുന്നാൽ
ഈ പൊടിയെടുത്ത് നമ്മൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് മായങ്ങളൊന്നും ചേരില്ല, വേറെ ചെടികളൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ആ ചെടി തന്നെ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാര്യം അവർ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ചെറിയ മരുന്നിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അത് ഇതിന് വ്യക്തമായ ഒരു ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. ക്രിയാത്ത് എന്ന് പറയുന്ന സംഭവം മനസ്സിലായെങ്കിൽ മാത്രം നിങ്ങളത് എടുക്കുക, അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ചോദിക്കുക. നിങ്ങൾ അതുപോലെ ഇത്തിരി വയസ്സായ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതിനുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ തന്നെ അവർ എടുത്തുകൊണ്ട് തരും. ആ മരുന്ന് പച്ചയ്ക്ക് തന്നെ എടുക്കുക, അല്ലാതെ നമ്മൾ വേറെ ഒരിടത്തുനിന്ന് വാങ്ങരുത്. ഇത് വാങ്ങിച്ച് ഇത് എടുത്ത് കുറച്ച് പിന്നെ ഈ പറഞ്ഞാൽ ഉണക്കി പൊടിച്ച് വെച്ചേക്കുക. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ ഇടുക. ഒരു ലിറ്ററിന് ഒരു 20 ഗ്രാം ഇട്ടാൽ മതി. 1 ലിറ്റർ വെള്ളത്തിന് 20 ഗ്രാം ഇട്ടാൽ മതി. 20 ഗ്രാം ആവശ്യമില്ല, 10 ഗ്രാമാണ് അതിൻ്റെ കണക്ക്. 10 ഗ്രാം ഇട്ട് കഴുകണതാണ് നല്ലത്. ആ 10 ഗ്രാം പൊടി ഇട്ടാൽ മതി, കിരിയാത്തിൻ്റെ പൊടി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ച് 10 ഗ്രാം കിരിയാത്തിൻ്റെ പൊടിയിട്ട് നല്ല തിളപ്പിച്ച് വറ്റിക്കണം. എന്ന് വെച്ചാൽ 3 ലെവൽ ആവണം. 3 ലിറ്റർ വെള്ളം വെച്ചാൽ 1 ലിറ്റർ വെള്ളം കിട്ടും നമുക്ക്. അതാദ്യം നമ്മൾ ഇത് പാകം ചെയ്ത് ഇതിന് നമുക്ക് ഒരു സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കുഴപ്പമില്ല. വെളിയിൽ വെച്ചിട്ടാൽ പുളിച്ച് പോകും, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ 1 ലിറ്റർ, അതായത് 10 ഗ്രാം ഇതെടുക്കുക, കിരിയാത്തിൻ്റെ പച്ചിലയെടുത്ത് പിന്നെ ഉണക്കിയത് 10 ഗ്രാം എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉണക്കി വെച്ചിരുന്നാൽ മതി. ആ ഉണക്കിയതിൽ 10 ഗ്രാം കിരിയാത്തിൻ്റെ പച്ചിലപ്പൊടി എടുക്കുക. പിന്നെ ഇത് ഈ പൊടി എടുത്തിട്ട് ഈ പിന്നെ 3 ലിറ്റർ വെള്ളം വയ്ക്കുക. 3-ൽ 1 വറ്റണം. 3 ലിറ്റർ വെള്ളം വെച്ച് 1 ലിറ്ററായി വറ്റിച്ച് ഇതെടുത്ത് ഒരു കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പിന്നെ ചീത്തയായി പോകും. ഫ്രിഡ്ജുള്ളവർ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അന്നന്ന് നമ്മൾ പിന്നെ എടുത്ത് തിളപ്പിച്ച് കഴുകേണ്ടി വരും. ഇത് വെച്ചിരുന്നാൽ സകല ഒരു ചെറിയ ഒരു വെതുവെതുപ്പ് ചൂടേ വരാവും. ചൂട് കൊല്ലി പോകും, അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള വെള്ളം എടുത്ത് കളയരുത്. ചെറിയ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് തണുപ്പിക്കണം. തണുപ്പിച്ച വെള്ളത്തിൽ ഈ കഷായം ഒഴിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇത് തണുപ്പിച്ച വെള്ളത്തിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഒഴിച്ച് ഇത്തിരി ഈ വ്രണം കഴുകുക. വെള്ളം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ കഷായ വെള്ളത്തിൽ തന്നെ നമ്മൾ വ്രണം കഴുകുക. അത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കണക്ക് പിന്നെ തണുപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് നമ്മൾ നല്ല ആദ്യം ഒന്ന് വ്രണം കഴുകണം. മുറിവുള്ള ഭാഗം കഴുകണം. കഴുകിയതിന് ശേഷം ഈ കഷായം എടുത്ത് ഒഴിച്ച് കഴുകണം. നിങ്ങൾ വെച്ചിരിക്കാനല്ലേ 1 ലിറ്റർ ബാക്കി വെച്ചിരിക്കുകയില്ലേ കിരിയാത്തിൻ്റെ കഷായം. കിരിയാത്ത് പിന്നെ പച്ചില എടുത്തുകൊണ്ട് വന്നിട്ട് ഉണക്കി പൊടിച്ചത് 10 ഗ്രാമിൽ 3 ലിറ്റർ വെള്ളം വെച്ച് അത് 1 ലിറ്ററായിട്ട് വറ്റിച്ച് വെച്ചിരിക്കണം. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ. അത് നമ്മൾ വെച്ചിട്ട് ഈ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളോളം മുറിവ് പൊറുക്കാതെ ഇരിക്കുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്താൽ നിങ്ങളെ മുറിവ് പൊറുക്കാൻ നല്ല ഇതുണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആ വെള്ളത്തിനെടുത്ത് ആദ്യം തണുപ്പിച്ച വെള്ളം എടുത്ത് വ്രണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കിരിയാത്തിൻ്റെ കഷായം അരച്ച് വെച്ചിരിക്കണം. പൊടിയിലെല്ലാം അരച്ചിട്ടാണ് ഈ കഷായം സ്റ്റോർ ചെയ്യാവും. അല്ലാതെ പൊടിയോടെ എടുത്തിട്ട് അതിൻ്റെ കൊത്തൊക്കെ എടുത്ത് മാറ്റണം. ഇത് കഷായം മാത്രമേ കാണുള്ളൂ. നല്ല രീതിയിൽ അരച്ച് മാറ്റിയിരിക്കണം, എങ്കിലേ കഷായം ശരിയാവുള്ളൂ. നമ്മൾ വ്രണത്തിൽ ഡയറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് വ്രണത്തിൽ നമ്മൾ പുരട്ടാവുന്നതാണ്. അതെടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ വ്രണത്തിൽ ഒന്ന് ഒളിച്ച്
ഒരു പഞ്ഞിയുണ്ട്, ഈ പഞ്ഞിയിൽ പഞ്ഞി കൊണ്ട് തുടച്ച് നല്ല വ്രണം വൃത്തിയാക്കാം. ആദ്യം നമ്മൾ പച്ചവെള്ളം ചൂടാക്കി അത് തണുപ്പിച്ചതിന് ശേഷം വ്രണം കഴുകണം. കഴുകിയതിന് ശേഷം ഈ കഷായം ഒഴിച്ച് വ്രണം കഴുകുക. സകലം കഷായം ഒഴിച്ച് വ്രണം കഴുകുകയാണ്. കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇനി പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കണം. ആ മരുന്നുകൾ 3 ഐറ്റം മരുന്ന് നമ്മൾ പറഞ്ഞു തരാം. 3 ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെരുവളത്തിൻ്റെ കുറുന്നെന്ന് പറയും. പെരുവളം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കണക്കിന് റോഡ് സൈഡിലൊക്കെ ചെടിയായിട്ട് എത്ര പൊക്കമേ ഉള്ളൂ പെരുവളത്തിൻ്റെ ചെടി. ഇത് ഞാൻ ഇവിടെ നാട്ടുമ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് ഈ എൻ്റെ വൈദ്യശാലയിലായതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ കണക്കിന് ആ ചെടി ഇല്ല. ഇവിടെ എല്ലാം പച്ചില ചെടികൾ ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അത് നമ്മൾ ഈ മരുന്നെടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ വൈദ്യശാലയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞ അറിയത്തൊക്കെ ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരാം. ഞങ്ങൾ പെരുവളത്തിൻ്റെ ഇല എന്നാണ് പറയുന്നത്. പെരുവളത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതൊരു കുറ്റിച്ചെടി വട്ട ഇലയായിരിക്കും. ഇങ്ങനെ വട്ട ഇലയായിരിക്കും. പിന്നെ അത് നല്ല പൂക്കും. അതിൻ്റെ ഇത് അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇഷ്ടംപോലെ യൂട്യൂബിൽ കിട്ടാൻ സാധ്യതയുണ്ട് പെരുവളത്തിൻ്റെ പച്ചല. അപ്പോൾ ഇതിൻ്റെ തിളുന്ത് ഇല എടുക്കണം. തിളുന്ന ഇലയാണ് നമുക്ക് നല്ലത്. പെരുവളത്തിൻ്റെ തിളുന്ത ഇല എടുക്കണം. പിന്നെ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളാ ചുണ്ണാമ്പിലെ അളവാണ് പ്രധാനം. ചുണ്ണാമ്പ് ഒരുപാട് ചേർത്ത് കളയരുത്. ഒരു മുറുക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് മാത്രമേ ഈ പെരുവളത്തിൽ നമ്മൾ എടുക്കാവൂ. നമ്മൾ ഈ മരുന്നിനെടുക്കാവൂ. ഒരു മുറുക്കാൻ എത്ര ചുണ്ണാമ്പ് ഉപയോഗിക്കുമോ അതേ കണക്കാണ് ഈ പെരുവള മരുന്നിൽ നമ്മൾ ചേർക്കാവും. കാര്യം എന്ന് പറഞ്ഞാൽ കാൽസ്യസത്ത് ഇല്ലാത്തതുകൊണ്ടാണ് മുറിവ് പൊറുക്കാത്തത്. അപ്പോൾ കുറച്ച് കാൽസ്യസത്ത് വേണം. അതുകൊണ്ട് നമ്മൾ ചുണ്ണാമ്പ് ചേർക്കണം. ചുണ്ണാമ്പ് ചേർക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ കൂടിപ്പോയാൽ പൊള്ളിപ്പോവും. ഇരിക്കുന്ന മുറിവ് വലുതായി കളയും. അതുകൊണ്ട് നിങ്ങൾ ഈ ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യമെന്ന് വെച്ചാൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണമാണ്. ഈ പെരുവളത്തിൻ്റെ കുറുന്തരത്തിൽ വന്ന് നല്ല മഷി പോലെ അരയ്ക്കണം. അതിലെത്തിപ്പുറം ചുണ്ണാമ്പ് കൂടെ ചേർത്ത്. ചുത്തിപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു വെട്ടയ്ക്ക് വെക്കാനുള്ള ഒരു വെട്ടയിൽ നമ്മൾ എത്ര ചുണ്ണാമ്പ് ചേർക്കുമോ ആ ചുണ്ണാമ്പേ നമ്മൾ ഇതിൽ ചേർക്കാം. ചേർത്ത് നല്ല മഷി പോലെ അരച്ച് വയ്ക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല മഷി പോലെ അരച്ചിട്ട് ഈ വ്രണം ഈ ഉണങ്ങാതെ ഇരിക്കുന്ന വ്രണം ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് പൊറുക്കാതെ ഇരിക്കുന്ന വ്രണത്തിൻ്റെ മീതെ ഒരു കോയിൻ്റെ കട്ടിക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സകലം കൂടെ കട്ടി വരാം. ഇങ്ങനെ ഒരു ഇത് തട്ടിയിട്ട് ഈ വ്രണം അത്രയും വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ മരുന്ന് കൊണ്ട് വെച്ച് കെട്ടി വയ്ക്കുക. ഇത് കെട്ടി വെച്ച് പിറ്റേ ദിവസം നമ്മൾ അയച്ചാൽ മതി. ഒരു ദിവസം വരെ കെട്ടി വയ്ക്കണം, കുഴപ്പമില്ല. പിറ്റേ ദിവസം അയച്ചിട്ട് ഇതേ മെത്തേഡ് തന്നെയാണ്. ഈ മെത്തേഡിൽ മാറ്റമില്ല. നമ്മൾ ആ തണുപ്പിച്ച് വെള്ളം എടുക്കണം, നല്ല വൃത്തിയായി കഴുകണം, വ്രണം കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം ഈ പറയുന്ന കണക്ക് മറ്റേ കിരിയാത്തിയുടെ കഷായം ഉണ്ടല്ലോ, നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് നല്ല തണുത്ത് പോയെങ്കിൽ അതൊന്ന് പിന്നെ ചൂടാക്കാനായിട്ട് ചെറുതായിട്ട് ഇതിൽ പിന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചെറുതായിട്ട് പാത്രത്തിൽ വെച്ചാൽ അത് ചൂടായിക്കോളും. ഒരുപാട് തിളയ്ക്കാനൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി തന്നെ എടുക്കേണ്ടത്. ആ കഷായത്തിനെ ഒഴിച്ച് ഈ വ്രണം കഴുകണം. വ്രണം കഴിയുന്നതിന് ശേഷം ഈ പെരുവെള്ളത്തിൻ്റെ കുറുന്ന് സകലം ചുണ്ണാമ്പ് പേരിനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെറ്റയ്ക്ക് ചേർക്കാനുള്ള ചുണ്ണാമ്പ് അളവ് കൂടി പോകുന്നത് കണക്കിനെ ചേർക്കാവും. ഇത്രയും വെച്ച് മഷി വേണമൊക്കെ അരച്ചിട്ട് ഈ വ്രണത്തിൽ വെച്ച് കെട്ടി കൊടുക്കുക. ഇത് മാത്രം മതി നിങ്ങൾ വ്രണം ഒരു മാസത്തിനകത്ത് അത് പൊറുക്കാൻ. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് അതിൽ വരും. ഞാൻ ഈ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കണക്ക് തന്നെ ചെയ്യുക. അല്ലാതെ പിന്നെ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനാണ് ഞാൻ വീണ്ടും പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഞാൻ പറയുന്നത്. ആദ്യം കഴിവെടുക്കേണ്ടത് തണുപ്പിച്ച വെള്ളം, പച്ചവെള്ളം തിളപ്പിച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കണം. അത് ആദ്യം മുറിവ് കഴിവതിന് ശേഷം ഈ പറയുന്ന കിരിയാത്തി പച്ചില എടുത്ത് നമ്മൾ വെച്ചേക്കുന്ന കഷായം ഉണ്ടല്ലോ, കഷായം ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ആ കഷായം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയില്ലേ, അതെടുത്ത് വീണ്ടും കുറച്ച് ഒഴിക്കണം. നമ്മൾ കഴിവാൻ കണക്കിന് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന്, കാര്യം തണുത്തിരിക്കുകയില്ലേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ വിരണത്തിൽ നല്ല ഒന്ന് ഒഴിച്ച് കഴുകണം. കഴുകി കഴിഞ്ഞാൽ അത് ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല, വൈറസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മരുന്ന് വയ്ക്കേണ്ടത്. പറഞ്ഞതെന്താണ്? പെരുവെള്ളത്തിൻ്റെ തിലുത്തേല, അത് നാട്ടുമാസം ഇഷ്ടം പോലെ കിട്ടും. ആരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും. പെരുവെള്ളത്തിൻ്റെ ഇലയിൽ വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരും. അത് ഇവിടെയൊക്കെ അതാണ് പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അതിനെക്കാട്ടിലും കഷ്ടം. അപ്പം പച്ചില കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പച്ചിലയിലൊന്നും ഇല്ല. മരുന്നെടുക്കാൻ പോകുന്ന സമയത്ത് മാത്രമാണ് ഈ പച്ചിലയിൽ കിട്ടുന്നത്. അപ്പം ഞാൻ ഇനി മരുന്നെടുക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാം. ഈ പച്ചിലയിലും ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിരിക്കണം നല്ലതല്ലേ. നമ്മൾ ഓരോ ഔഷധങ്ങൾ ഒരു 100 ഔഷധങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോഴും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വൈദ്യശാലയിലായതുകൊണ്ട് ഒന്ന് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പച്ചിലയിൽ കാണിച്ചു തരാനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇത് ചെയ്താൽ മതി. നല്ലവണ്ണം ഒന്ന് വിരണം കഴുകി കിരിയാത്ത് വെള്ളം കൊണ്ട് വിരണം കഴുകുക. രണ്ടാമത് പെരുവെള്ളത്തിൻ്റെ കുറുന്ന് ശകലം ഒരു വെറ്റയ്ക്ക് ചേർക്കാനുള്ള ചുണ്ണാമ്പ്, ഒരു വെറ്റയ്ക്ക് എത്ര ചുണ്ണാമ്പ് ചേർക്കണോ അത്ര മാത്രം മതി. അതെടുത്ത് ഈ പെരുവെള്ളത്തിൻ്റെ കുറുന്നും കൂടെ അരച്ച മഷി പോലെ ആക്കിയിട്ട് ഒരു സാധാരണ ഒരു കോയിൻ തൊട്ടിൻ്റെ ഒരു 5 രൂപ തൊട്ടിൻ്റെ കനമുണ്ടല്ലോ, അത്ര കനത്തിൽ നമ്മൾ തട്ടി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഈ മുറിവിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് ഒരു തുണി എടുത്ത് കെട്ടി കൊടുത്താൽ മതി. വേറെ മുടിക്ക് കെട്ടുന്നത് കുറച്ച് ഇച്ചിരി ലൂസാക്കി കെട്ടിയിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ പിറ്റേ ദിവസം ഒരു നേരം ചെയ്താൽ മതി. നിങ്ങൾ ഡ്രസ്സ് ചെയ്തതിന് ദിവസം ഒരു നേരമല്ലേ ചെയ്യുന്നത്, അത് കണക്ക് ഇതും ഒരു നേരം ഡ്രസ്സ് ചെയ്താൽ മതി. ഈ ദിവസം ഒരു നേരം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അത് ചെയ്യണം. ഇതേ കണക്ക് നിങ്ങൾ ചെയ്തു വരുമ്പോൾ 1 മാസം വേണ്ട, നിങ്ങളെ മുറിവ് എത്ര പൊറുക്കാത്ത വ്രണവും പുറത്ത് കിട്ടും, ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റമില്ല. ഈ മരുന്നുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ എത്ര വലിയ വ്രണങ്ങളാണെങ്കിൽ പൊറപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഇത്ര മാത്രം നിങ്ങൾ ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. ഈ 2 പച്ചില കൊണ്ട് നിങ്ങൾക്ക് നല്ല, ഇപ്പോൾ 2 പച്ചില ഒരു ചുണ്ണാമ്പ് ഐറ്റം. ചുണ്ണാമ്പ് എന്ന് പറയുമ്പോൾ കണക്കിനെ ചേർക്കാം, ഒരു പെറ്റയ്ക്ക് ചേർക്കാനുള്ള ചുണ്ണാമ്പ് ശകലമേ ചേർക്കാം. പിന്നെ വ്രണത്തിനനുസരിച്ച് നമ്മൾ പച്ചില എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൻ്റെ മീതെ ഒരു രൂപ 1 രൂപ കോയിനിൽ അല്ലെങ്കിൽ 5 രൂപ കോയിനുണ്ട് വലിപ്പം, അത് കണം, വലിപ്പമല്ല കണം. ആ കണത്തിൽ നമ്മൾ ഇത് ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി വെച്ചിട്ട് അരച്ച് എടുത്ത് ഇങ്ങനെ തട്ടണം, ഉരുട്ടി വെച്ചിട്ട് ഇങ്ങനെ തട്ടണം. തട്ടി നല്ല സേഫ് വരുത്തിയതിന് ശേഷം ആ വ്രണത്തിൻ്റെ മീത വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഒരു തുണി എടുത്ത് കെട്ടി കൊടുത്താൽ മതി. മുടിക്കാതെ ആവശ്യത്തിനുള്ള മുടുക്കത്തിൽ ഒരു കെട്ട് കൊടുക്കുക. ഇത് പിറ്റേ ദിവസമേ അയക്കാം. ഇത് മാത്രം നിങ്ങൾ ചെയ്തു വന്നാൽ മതി. നിങ്ങൾ എത്ര പൊറുക്കാതെ വ്രണവും ഓരോ ദിവസവും ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളിത് ചെയ്ത് വരെ നിങ്ങൾ വ്രണങ്ങളെല്ലാം പൊറുത്ത് നല്ലവണ്ണം സുഖമായിട്ട് ചതയൊക്കെ മീതെ വന്ന് ഒട്ടും. ഈ സൈഡിലുള്ള ചതയായിരിക്കും വന്ന് ഒട്ടുന്നത്. ചിലപ്പോൾ ചത ഈ ഭാഗത്ത് ചതയില്ലാത്തത് കൊണ്ടായിരിക്കും പൊറുക്കാത്തത്, തൊലിയംശം കാണില്ല. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 4 ചുറ്റുമുള്ള സൈഡിലുള്ളത് ഇങ്ങനെ നെരുങ്ങി വരും, നെരുങ്ങി വന്ന് പൊറുത്തോളും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും കാലപ്പഴക്കമുള്ള വെട്ടുകായത്തിൽ. കാലപ്പഴക്കമുള്ള വെട്ടുപുണ്ണുണ്ടല്ലോ, ഈ പറഞ്ഞാണെങ്കിൽ വെട്ട് കൊണ്ടുവരണതോ അല്ലെങ്കിൽ തട്ടുമുട്ട് കൊണ്ടുണ്ടാകുന്നതോ എങ്ങനെയെങ്കിലും ഒരു വ്രണം ഉണ്ടാകും. എന്തെങ്കിലും ഒരു വ്രണം ഉണ്ടായിട്ട് അത് വർഷങ്ങളോളം വെച്ച് ആളുകൾ കൊണ്ടു നടക്കുന്നതുണ്ട്.
പൊറുക്കാത്ത പുണ്ണ്, വർഷങ്ങളായി പിന്നെ പൊറുക്കാത്ത വ്രണങ്ങളുണ്ടെങ്കിൽ ഈ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് അതിനെ പൊറിപ്പിച്ച് എടുക്കാൻ പറ്റും. ഇത് വളരെ ഫലപ്രദമായ മരുന്നാണ്. ഇത് നമ്മുടെ നാട്ടുമരുന്ന് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ ഈ മരുന്നുകൾ പറഞ്ഞു തരും. എനിക്ക് ഈ പച്ചിലയിൽ കാണിച്ചു തരാനുള്ള ഇത് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കിന് മരുന്നെടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ എല്ലാ മരുന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇനിയും ഞാൻ പിന്നെ ഈ പറഞ്ഞ കണക്കിന് മരുന്നെടുക്കാൻ പോകുന്ന സമയത്ത് ഈ മരുന്നുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ കരയാതെ വരണം. എത്ര വർഷങ്ങളോളം പിന്നെ പൊറുക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു വ്രണങ്ങൾ നമ്മൾ ഈ ഒരു മാസത്തിനകത്ത് 3 മാസം മതി എത്ര വലിയ വ്രണമാണെന്നത് പൊറിപ്പിച്ചെടുക്കാൻ. 3 മാസം പോകില്ല, ഒരു 10 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അപ്പോഴും വരും. നമുക്ക് ഈ വ്രണത്തിൻ്റെ വേദനയൊക്കെ മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്ത് നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരം, മറ്റുള്ളവർക്കും കൂടെ എത്തും. ഓക്കെ, നന്ദി, നമസ്കാരം.